പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. അബ്രോഡാണ്. ഒരു മന്തിൽ ചിലപ്പോൾ 1 ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഈ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. നമുക്കൊരു 5,000-6,000 രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് തീയെ തരുമായിരുന്നു. 5,000 രൂപ കടം തരുമോ? അത്യാവശ്യമായോണ്ടാ 2 ദിവസം വെച്ചേരാം. മാസാവസാനായതുകൊണ്ടേ ഞാൻ ഈ ഹെൽമെറ്റ് എടുത്തൊന്നുമില്ലാത്തതുകൊണ്ട് എന്നിട്ട് മൊട്ടത്തലേന്ന് എന്നിട്ട് ചെയ്തേ അത് പറ. ഞങ്ങൾ 2 മണിയായപ്പോഴാണ് വിനുതന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കയറ്റിയത്. വിനുതനെ വിടുന്നത് 7 മണിയൊക്കെയായി. അതുവരെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന പോലീസുകാരെ ഒന്ന് എണീക്കും, പിന്നെയും വരും, പിന്നെയും ചായ കുടിക്കും, ഫോൺ വിളിക്കും. ഇപ്പൊ വിളിപ്പിക്കും. ഞാൻ ഇന്നലെ വന്നു പോയതേ ഉള്ളേ. ഞാൻ വന്നതാ. ദിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഉണ്ടാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഇത് തീർന്നില്ലേ? നിർത്തി ഇനി 12 ചട്ടിയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ കൊല്ലം. അപ്പൊ നമ്മളിപ്പോ ഈ ലോകത്ത് ഇപ്പൊ സാധാരണക്കാരെല്ലാവരും ചിന്തിക്കുന്നത് അയ്യോ ഇതൊരു പബ്ലിസിറ്റി വേണ്ട, പൈസ കൊടുത്ത ഈ പ്രശ്നം തീരുമെങ്കിൽ തീരട്ടെ എന്ന് തന്നെയാണ് നോർമലായ ഏത് മനുഷ്യനും ചിന്തിക്കുന്നത്. അപ്പൊ അവരെ പോലെ അത്രയും യൂട്യൂബിൽ സ്റ്റാർ ആവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതൊക്കെ ഒരു വാർത്തയാക്കാം, അതാക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ ചിന്തിക്കത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല. ചില മാലകളൊക്കെ കാണുമ്പോഴല്ല ഇത് ഏതെങ്കിലും കാട്ടുജാതിയൊക്കെ ഇട്ടോളും അങ്ങനെ പറയും. ഞാനൊരു SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. എനിക്കത് പലപ്പോഴും ഞാൻ ഇവരുടെ എനിക്കത് വിഷമാവുന്നു. ഇത് വിഷം കാറ് കയറ്റുകൊണ്ട് നീ മുക്കൂത്തിയാണോ, അവൻ മുക്കുവനാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. പിന്നെ ഈ കാരൻ തന്ന് വിട്ടിരിക്കുന്നതേ കൂട്ടിക്കൊണ്ടു പോകാനാ. വേഗം വേണ്ട, പൈസ കൊടുത്ത ഈ പ്രശ്നം തീരുമെങ്കിൽ തീരട്ടെ എന്ന് തന്നെയാണ് നോർമലായ ഏത് മനുഷ്യനും ചിന്തിക്കുന്നത്. അപ്പൊ അവരെ പോലെ അത്രയും യൂട്യൂബിൽ സ്റ്റാർ ആവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതൊക്കെ ഒരു വാർത്തയാക്കാം, അതാക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ ചിന്തിക്കത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. സ്വാഭാവികം. ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത് അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സ്കാനർ ചോദിക്കുന്നു. അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇവർ പറയുന്ന സ്കാനർ വർക്ക് ആവുന്നില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്യാഷ് ആവുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത്? എന്താ അപകടം വരാൻ എന്റെ കൊച്ചമ്മ? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? 5 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. എന്താണ് ചെയ്തത്? മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു 1000 രൂപ എന്തിരിക്കട്ടെ, 1000 രൂപ QR കോഡ് ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ല. പല ദിവസങ്ങളും മറ്റേ QR കോഡ് മാറ്റി വെച്ചിട്ട് ഇവരിത് QR കോഡ് എന്ന് കാണിക്കുന്നു. അപ്പോൾ പലരും ചോദിച്ചു ഇതിൽ വേറെ പേരാണല്ലോ വരുന്നത്. അത് പുള്ളിക്കാരി സൂയില്ലാത്തതിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പറാണ്, നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 34 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്നു. മൊത്തം പരിശോധിച്ചപ്പോൾ 69 ലക്ഷം രൂപയാണ് കണക്ക് വഴി മാത്രം പോയിരിക്കുന്നത്. അബദ്ധത്തിലല്ല, മനഃപൂർവ്വം പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ?